കോടതിയിലേക്ക് എത്തുകയാണ്. നിയമം പാലിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പി.സി. ജോർജ് കോടതിക്ക് അകത്തേക്ക് പോയിരിക്കുന്നത്. ഇനി കോടതിയായിരിക്കും, ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ എന്തായിരിക്കുമെന്ന് തീരുമാനിക്കുക. കോട്ടയം കോടതിയും അതിന് പിന്നാലെ ഹൈക്കോടതിയും പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇളവ് കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങില്ല എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാകണം ഇപ്പോൾ പി.സി. ജോർജ്. എന്താണ് കോടതി ഹാജരാകാന്നല്ലേ പറഞ്ഞിട്ട് ഹാജരായിട്ടുള്ളൂ. മകൻ ഷോൺ ജോർജ് കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഷോൺ ജോർജ് പറഞ്ഞത് കോടതിയിൽ ഹാജരാകുമെന്ന് പറഞ്ഞു. ഹാജരായല്ലോ എന്നുള്ളതാണ് ഷോൺ ജോർജിന്റെ പ്രതികരണം. മതവിദ്വേഷ പരാമർശ കേസിൽ പി.സി. ജോർജ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ ഹാജരായിരിക്കുകയാണ്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് കഴിഞ്ഞ ശനിയാഴ്ച പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. തിങ്കളാഴ്ച ഹാജരാകാമെന്ന് പി.സി. ജോർജ് പോലീസിനെ അറിയിക്കുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിലേക്ക് 10 മണിയോടുകൂടി എത്തിച്ചേരാമെന്ന് അറിയിച്ചിരുന്നത്. അതിനിടയ്ക്ക് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ അത് കൃത്യമായ നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നോ എന്ന് ഇപ്പോൾ പി.സി. ജോർജിന്റെ ഈ നീക്കങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും സംശയം തോന്നുന്നുണ്ട്. എന്നാലും പോലീസിന് മുന്നിൽ ഹാജരാകുന്നില്ല, മറിച്ച് കോടതിയിലേക്ക് പി.സി. ജോർജ് എത്തുകയാണ്. ജനുവരി 5-ാം തീയതിയാണ് ടെലിവിഷൻ ചാനൽ ചർച്ചയ്ക്കിടെ പി.സി. ജോർജ് മതവിദ്വേഷ പരാമർശം നടത്തിയത്. അതിനുശേഷം ഈരാറ്റുപേട്ടയിൽ നിന്നുണ്ടായ പരാതിയുടെ അടിസ്ഥാനത്തിൽ യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കോട്ടയം, നേരത്തെ ആര്യ പറഞ്ഞതുപോലെ കോട്ടയം സെഷൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് പോലീസ് അറസ്റ്റ് നീക്കത്തിലേക്ക് പോയത്. അറസ്റ്റ് നീക്കത്തിലേക്ക് പോയപ്പോൾ വീണ്ടും സാവകാശം ചോദിച്ചു. തിങ്കളാഴ്ച വരെ ഇന്ന് ഹാജരാകുമെന്ന് പറഞ്ഞു. പക്ഷേ പോലീസിന് മുന്നിൽ അല്ല ഹാജരായിരിക്കുന്നത്. പോലീസിന് പി.സി. ജോർജിനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈരാറ്റുപേട്ട കോടതിയിലാണ് അഭിഭാഷകനൊപ്പം പി.സി. ജോർജ് വന്നെത്തി. 5 മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഹാജരാകും. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് തീരുമാനിക്കും. മജിസ്ട്രേറ്റ് ഹാജരാക്കിയാൽ പിന്നെ അദ്ദേഹമാണ് അതിൻ്റെ തീരുമാനം പറയേണ്ടത്. നേരത്തെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുന്നതായിരുന്നു. ഇപ്പം ഇരുന്നപ്പോൾ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാകാൻ തീരുമാനിച്ചു.